ഏദൻ തോട്ടത്തിന് എന്ത് സംഭവിച്ചു? അറിയുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം, വണക്കം, നമസ്കാരം. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടം എന്ന് പറയുന്ന മനോഹരമായ ഒരു സംവിധാനത്തിൽ ആക്കി വെച്ചു. അതിനെ കാപ്പാനും അതിൽ അധ്വാനിപ്പാനും അതിൻ്റെ ഫലവൃക്ഷങ്ങളിൽ നിന്ന് അവൻ്റെ ഉദരപൂർണത്തിനുള്ള കാര്യങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കാനുമുള്ള അവസരവും അവകാശവും ചുമതലയും ഒന്നുപോലെ നൽകി അവനെ ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ മനുഷ്യൻ ധിക്കാരം കാണിച്ചതുകൊണ്ട് അവന് ഏദൻ തോട്ടം നഷ്ടമായി. അതിനുശേഷം ഭൂമിയുടെ പരപ്പിൽ ഊടാടി നടക്കുവാൻ മാത്രം അശരണരായി, ഒരിടത്തും ഒരു സ്ഥിരതയില്ലാതെ ഊടാടി നടക്കുവാൻ മാത്രം, ഇൻ എ സ്റ്റേറ്റ് ഓഫ് എൻഡ്ലെസ് റെസ്റ്റ്ലെസ്നെസ്, ആശ്വാസം പ്രാപിപ്പാൻ അവകാശമില്ലാതെ ഉള്ളിൽ എപ്പോഴും നുരഞ്ഞു പതയുന്ന അസ്വസ്ഥതയുമായി ആജീവനാന്തം ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള ഒരു ശാപഗ്രസ്തമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന അവസ്ഥയിലേക്ക് മനുഷ്യജാതി വഴുതിപ്പോയി എന്നതാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യ സങ്കല്പം. ഇതിനോട് അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായി ദീർഘനാളുകളായി എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ചോദ്യമാണ്, ഈ ഏദൻ തോട്ടത്തിന് എന്ത് സംഭവിച്ചു? അത് തിരോധാനം ചെയ്തോ? അത് പെട്ടെന്നില്ലാതെയായോ? അതോ അത് അതിൻ്റേതായ അർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സംഭവിക്കാവുന്ന പരിണാമത്തിന് വിധേയമായി അതിപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ടോ? ഈ വിഷയത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ കൗതുകമേറിയ ചില അറിവുകൾ എൻ്റെ ഉള്ളിൽ നാമ്പെടുക്കുവാൻ ഇടയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവതരിപ്പിക്കുവാൻ അല്പം ക്ലേശമുള്ളൊരു വിഷയമാകയാൽ നിങ്ങൾ അല്പം ക്ഷമയോടും സഹിഷ്ണുതയോടും ഈ അന്വേഷണത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ താഴ്മയോടെ ഏവരോടും ഞാൻ ആദ്യമേ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ആ ഒരു ഔദാര്യം എന്നോട് കാണിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഏദൻ തോട്ടത്തെപ്പറ്റി നമ്മുടെ സങ്കല്പം, അവിടെ മനുഷ്യൻ വസിക്കുമ്പോൾ, ഞാൻ മനുഷ്യൻ എന്ന വാക്ക് വളരെ വളരെ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വലിയ വലിയ അർത്ഥതലങ്ങൾ അതിലുണ്ട്. അതിൻ്റെ ചില അംശങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഏദൻ തോട്ടത്തിൽ വസിച്ചത് മനുഷ്യനാണ്. ഇതാ മനുഷ്യനെ നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്നാണ് ദൈവം പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സങ്കല്പത്തിൽ സ്ത്രീയും പുരുഷനും ഇല്ലായിരുന്നു, മനുഷ്യനായിരുന്നു. എന്നാൽ ആ മനുഷ്യത്വത്തിൻ്റെ രണ്ട് മുഖങ്ങൾ കാലത്തിൻ്റെ തട്ടത്തിൽ പ്രദർശിക്കപ്പെടേണ്ടതിന് വേണ്ടി ഒന്ന് മറ്റതിൽ നിന്ന് വ്യത്യാസമുള്ളതാകയാൽ അങ്ങനെ വ്യത്യാസമുള്ളതിന് മാത്രമേ പരസ്പര പൂരിതമായി സഹകരിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന നീതിയുക്തമായ അല്ലെങ്കിൽ യുക്തിസഹിതമായ മർമ്മം കൊണ്ട് സ്ത്രീ പുരുഷൻ എന്ന വ്യത്യസ്തമായ സങ്കല്പങ്ങൾ ഉടലെടുത്തു. അത് മനുഷ്യൻ്റെ ഇടർച്ചയ്ക്ക് ശേഷമാണ് എന്നത് പ്രത്യേകമായ ശ്രദ്ധേയമാണ്. ദൈവം സ്ത്രീയെയും പുരുഷനെയും അല്ല സൃഷ്ടിച്ചത്, ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യത്വത്തെ ആണ് വിഭാവന ചെയ്തത്. മനുഷ്യത്വം എന്ന സങ്കല്പം ഉള്ളിൽ വന്നപ്പോൾ അതിനെ എങ്ങനെ ഭൗതികമായ വ്യാവഹാരിക തലത്തിൽ രൂപവും രുചിയും ഭാവവും നൽകി ഒരു പ്രതിഭാസമാക്കി അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന അന്വേഷണത്തിലാണ് സൃഷ്ടിയുടെ അന്തിമഘട്ടത്തിൽ അതിൻ്റെ മകുടം എന്ന നിലയിൽ മനുഷ്യനെ ഇപ്രകാരം ദൈവം ചരിത്രത്തിൽ ആവിഷ്കരിക്കുന്നത് എന്നതാണ് വേദപുസ്തകത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അവസ്ഥ നോക്കുമ്പോൾ
ഏദൻ തോട്ടത്തിൽ 4 നദികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നദി ഉണ്ടായിട്ട് അത് 4ആയി പിരിഞ്ഞ് തോട്ടത്തെ നനച്ചുകൊണ്ടിരുന്നു എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് കാണും. ഞാൻ ഈ നദിയെയും അതിൻ്റെ 4 ശാഖകളെയും ഓർക്കുന്നത് മനുഷ്യൻ്റെ ദാഹം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ കൂടെയാണ്. ജലത്തിന് നാം വലിയ പ്രാധാന്യം കൊടുക്കുന്നത്, ജലം ജീവൻ്റെ മർമ്മമാണ്. അതുപോലെ തന്നെ ജലത്തിന് മനുഷ്യജാതിയുടെ ദാഹവുമായി ബന്ധമുണ്ട്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വസിക്കുന്ന മനുഷ്യന് സ്ത്രീയും പുരുഷനും പരസ്പരം തക്ക തുണകളായി ഒരു ശരീരമായി തീരുമ്പോൾ അവരെ രണ്ടായി കാണരുത്. അവർ രണ്ടുപേരും കൂടെ ചേരുന്നതാണ്, അവരൊരു ശരീരമായി തീരുന്ന അവസ്ഥയിലാണ് മനുഷ്യനാകുന്നത്. അത് തമ്മിൽ വേർപിരിയുമ്പോൾ പുരുഷനും സ്ത്രീയുമായി തീരും. നമ്മളൊരു ആപ്പിൾ എടുത്ത് അതിൻ്റെ നടുവെ കണ്ടിച്ചാൽ 2 കഷ്ണങ്ങളായി വീഴുകയും 2 ആയിത്തീരുകയും 2 കഷ്ണങ്ങൾ 2 ദിശയിലേക്ക് വീണു പോവുകയും ചെയ്യും. സ്ത്രീ പുരുഷ ലിംഗയുദ്ധം, ലിംഗദ്വന്ദ്വ യുദ്ധം, അതിൻ്റെ ഒരു ഉദാഹരണം ഇതാണ് എൻ്റെ മനസ്സിലെപ്പോഴും. ഒരു ആപ്പിൾ എടുക്കുക, അതിൻ്റെ നടുവ് കണ്ടിക്കുക, അപ്പോൾ ഇത് 2 സൈഡിലോട്ടും അങ്ങ് വീണു പോകും. അങ്ങനെയാണ് സ്ത്രീയും പുരുഷനും വളരെ വ്യത്യസ്തമാണ്. അവർ പരസ്പരം ആധിപത്യത്തിന് മേൽക്കോയ്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടതാണ്. പുരുഷൻ്റെ ആധിപത്യം, കഴിയുമെങ്കിൽ സ്ത്രീയുടെ ആധിപത്യം. അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധം ഒരു യുദ്ധക്കളമായി മാറിയതിൻ്റെ മർമ്മം ഞാൻ കൂടുതലായി വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതൊരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ വ്യക്തമായി അറിയുന്നവരാണ് എന്നെ ശ്രദ്ധിക്കുന്ന ഏവരും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യവുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏദൻ തോട്ടത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അവിടെ മനുഷ്യൻ്റെ ദാഹത്തെ പറ്റിയുള്ള ആ ഒരു ചിന്തയും അതിന് വേണ്ടി അതിന് പര്യാപ്തമായൊരു ഉപാധിയായി അതിനകത്ത് അതിനെ പോഷിപ്പിക്കുന്ന നദിയുമുണ്ടായിരുന്നു. മാത്രവുമല്ല അവിടെ അധ്വാനിക്കാനുള്ള അവസരവും, അധ്വാനിക്കുന്നതിൻ്റെ ഫലമായി അധ്വാനത്തിൽ കൂടെ സന്തോഷവും നിർവൃതിയും അനുഭവിക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പിന്നെ എല്ലാറ്റിനും മകുടമായി അധ്വാനമൊക്കെ കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ മനുഷ്യനോട് കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി ദൈവം കടന്നു വരുമായിരുന്നു. തോട്ടത്തിൽ ദൈവത്തിൻ്റെ കാലച്ച കേൾക്കുന്ന മനോഹരമായ ഒരു അനുഭവമുണ്ട്. ആ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞ് തുളുമ്പാറുണ്ട്. തോട്ടത്തിൽ കാതോർത്താൽ നമുക്ക് കേൾക്കാവും, നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിൽ കാതോർത്താൽ ഇന്ന് നമുക്ക് കേൾക്കാവുന്നൊരു കാലച്ചയുണ്ട്. ആ കാലച്ച നാം കേൾക്കുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ ദൂതുമായി വരുന്നവൻ്റെ കാല് എത്ര മനോഹരം. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു ബ്രിങ് ദ ഗുഡ് ന്യൂസ്. സുവിശേഷം പേറി വരുന്ന അവൻ്റെ കാലുകൾ എത്ര മനോഹരമാണ്. അത് ഏദൻ തോട്ടത്തിൽ കേട്ട കാലച്ചയുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് എൻ്റെ മനസ്സെന്നോട് മന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. ഈ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യൻ വഴുതിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ സൃഷ്ടിയുടെ വ്യത്യസ്തമായ മറ്റൊരു വർണ്ണനയുടെ പശ്ചാത്തലത്തിൽ ദൈവമാതാവിനോട് പറയുന്നുണ്ട്, നീ തോട്ടത്തിലുള്ള ഈ നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്, അത് കഴിച്ചാൽ നീ മരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിൻ്റെ മനുഷ്യത്വം മരിക്കും എന്നതാണ്. കാരണം അത് തിന്നിട്ടും ശാരീരികമായി ആദാമും ഹവയും മരിച്ചില്ല. മരിച്ചു പോയത് അവിടെ മനുഷ്യത്വമാണ്. ആ സംഭവത്തിന് ശേഷം, ആ പാളിച്ചയ്ക്ക് ശേഷം ചരിത്രത്തിലാകമാനം നാം കാണുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വത്തിൽ കൂടെ അതിനുശേഷം മനുഷ്യൻ പ്രാപിക്കുന്ന മനുഷ്യത്വം കൈവിട്ട ശേഷം മനുഷ്യനായിത്തീരുന്ന അവസ്ഥയിൽ അനിവാര്യമായി വിങ്ങി നിൽക്കുന്ന യാതനകളും ഒരിക്കലും അവസാനിക്കാത്ത ദാഹങ്ങളും അസഹനീയമായ വേദനകളും ദുരിതങ്ങളുമാണ്. അതാണ് വ്യാവഹാരിക ലോകത്തിൽ മനുഷ്യൻ്റെ ഇന്നത്തെ അവകാശം. അതുകൊണ്ട് ഈ ലോകത്തിൽ വസിക്കുന്ന
ആർക്കും തന്നെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഒളിച്ചോടുവാനോ ഒഴിഞ്ഞു മാറി നിൽക്കുവാനോ സാധ്യമല്ല എന്നത് അംഗീകരിക്കുക നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ്. അതിൽ കൂടെ മാത്രമേ അർത്ഥപൂർണമായി നമുക്ക് ചിന്തിക്കുവാനും ഏതെങ്കിലും വിധത്തിൽ സത്യസന്ധമായ ഒരു ജീവിത സമീപനം, ലൈഫ് സ്ട്രാറ്റജി ആവിഷ്കരിക്കുവാനോ സാധ്യമാകുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. അപ്പോൾ ഈ ഏദൻ തോട്ടം എവിടെ പോയി? അതാണ് നമ്മുടെ അന്വേഷണം. ഈ ഏദൻ തോട്ടം എവിടെ പോയി? ഞാൻ വളരെ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഈ ഏദൻ തോട്ടം എങ്ങും പോയിട്ടില്ല. അത് ഇപ്പോഴും ചരിത്രത്തിൻ്റെ മനസാക്ഷിയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ നാം എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നതിൻ്റെ രണ്ട് വശങ്ങൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഇനിയുമുള്ള എൻ്റെ ലക്ഷ്യം. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അല്പം അത്ഭുതപ്പെടുവാനും ഒരുപക്ഷെ ഞെട്ടുവാനും വളരെ കലശമായി വിയോജിപ്പാനും ഇടയുണ്ട്. വിയോജിപ്പ് നല്ലതാണ്, ഒട്ടും മടിക്കേണ്ട. കാര്യമാത്ര പ്രസക്തമായ വിയോജിപ്പ് നമുക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാനതിനെ വളരെ താല്പര്യത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ഇതിനോടകം ഏവർക്കും ബോധ്യമുള്ളതാണ്. ഞാൻ ഈ ഏദൻ തോട്ടത്തിൻ്റെ പുതിയ നിയമത്തിലെ രണ്ട് ആവിഷ്കാരം മനസ്സിലാക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യക്കാരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ യാക്കോബിൻ്റെ കുളക്കരയിൽ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാനായി വരുന്ന മറ്റെല്ലാവരുടെയും അപഹാസ്യപാത്രമായ, എല്ലാവരുടെയും കണ്ണിൽ കരടായി ആർക്കും കാണാൻ ഇഷ്ടമില്ലാത്തൊരു സ്ത്രീ, അവൾ യാക്കോബിൻ്റെ കുളക്കരയിൽ വരികയാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അത് നദിയല്ല, കുളമാണ്. നദി പൊതുവായ ഒരു ഉപാധിയാണ്, കുളം സ്വകാര്യമാണ്. ഈ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ കുളവും അവിടെ വരുന്ന ശമര്യക്കാരി സ്ത്രീയുടെ ദാഹവുമായി ബന്ധമുണ്ട്. ഈ കുളം മനുഷ്യൻ്റെ ഇടർച്ചയ്ക്കു ശേഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യത്വം മരിച്ചിട്ട് മനുഷ്യനെന്ന് പറയുന്ന സങ്കല്പം രണ്ടായി കീറി മുറിക്കപ്പെട്ട് സ്ത്രീയും പുരുഷനുമായി സ്ത്രീയുടെ അനുഭവത്തിൽ സാവലൗകികമായി നിലനിൽക്കുന്ന ഒരു ദാഹമുണ്ട് എന്ന് ചരിത്രമോ സംസ്കാരമോ നിങ്ങളോട് ആരും പറയില്ല. പുരുഷന് ദാഹമുണ്ട്, മാംസദാഹമുണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ എല്ലാ സുബോധമുള്ള എല്ലാ വ്യക്തികളും, സത്യത്തോട് ബന്ധം പുലർത്തുവാൻ ധൈര്യമുള്ള എല്ലാ വ്യക്തികളോടും ജീവിത യാഥാർത്ഥ്യങ്ങളെ വക്രീകരിക്കാതെ അതിൻ്റെ സത്യസന്ധതയിൽ മനസ്സിലാക്കുവാനും അതിനോട് ബന്ധം പുലർത്തുവാനും താല്പര്യമുള്ള എല്ലാവരും തിരിച്ചറിയേണ്ടത്, പുരുഷന് മാംസദാഹമാണെങ്കിൽ സ്ത്രീക്ക് മറ്റൊരു ദാഹമുണ്ട്, അവളുടെ ആത്മാവിൽ ഒരു ദാഹമുണ്ട്. എന്നാൽ അവളുടെ ആത്മാവിൻ്റെ ദാഹത്തെ അവളിൽ നിന്ന് അന്യാധീനപ്പെടുത്തി, ഞാൻ പറയുന്നത് വളരെ വളരെ മനഃപൂർവ്വം ശ്രദ്ധിച്ച് ആലോചിച്ച് ഓരോ വാക്കുകളും പെറുക്കി 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 എടുത്ത് പറയുന്നത്, ഇതിൻ്റെ പുറകിൽ വളരെ ആഴമേറിയ ചരിത്ര യാഥാർത്ഥ്യ ബോധങ്ങൾ തിങ്ങി വിങ്ങി നിൽക്കുന്ന ചില തിരിച്ചറിവുകളുണ്ട്. അതെങ്ങനെയെങ്കിലും നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കണം എന്ന വലിയ താല്പര്യത്തിലാണ് ഞാൻ ഇപ്രകാരം ഇതിനെ സമീപിക്കുന്നത് എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. സ്ത്രീയുടെ ദാഹം എന്നാൽ ഈ അവസ്ഥയെ പുരുഷ മേൽക്കോയ്മയിൽ രൂപീകരിക്കപ്പെട്ട സമൂഹം 100% വക്രീകരിച്ച് അതിന് വൈകല്യം അതിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് സ്ത്രീ പുരുഷൻ്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ട ഒരു ഉപകരണം മാത്രമാണ് എന്നും പുരുഷൻ്റെ മാംസദാഹത്തിൻ്റെ ശമനത്തിന് വേണ്ടി മാത്രം സ്ഥിതി ചെയ്യേണ്ട ഒരു ഉപാധിയാണ് എന്നുമുള്ള
ഒരു ധാരണ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരു തോതിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളിലും കഴിഞ്ഞ എത്രയോ സഹസ്രാബ്ദങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്നു. അതിൻ്റെ മതപരമായ ഒരു ആവിഷ്കാരമാണ് ദേവദാസി സിസ്റ്റം. ഞാൻ കൂടുതലായി അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ പറയാൻ പോയാൽ ഒത്തിരി സമയം കൈവിട്ടു പോകും. എൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകുക എന്നതുകൊണ്ട് ഞാൻ അധികമായ ചരിത്ര എക്സാമ്പിൾസ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കില്ല. നിങ്ങൾക്കത് അനായാസമായി ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഇടയിലുള്ള കന്യാസ്ത്രീകളുടെ അവസ്ഥ തന്നെ നോക്കുമ്പോൾ അവരെ പറ്റിയുള്ള സഭയുടെയും സമൂഹത്തിൻ്റെയും സങ്കല്പങ്ങൾ എന്താണ്? അവർ യേശുവിൻ്റെ യേശുവിൻ്റെ മണവാട്ടികളാണ് എന്ന് പറയുന്നത്. അതേതർത്ഥത്തിലാണ്? പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട ഈ മഹതികൾ, നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും അർഹിക്കുന്ന ഈ സ്ത്രീകൾ, അവരുടെ പ്രത്യേകത ശാരീരിക ദാഹമല്ല, ആത്മീയമായ ദാഹമാണ് എന്നും ആ ദാഹത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ പരിശുദ്ധി അനുഭവിക്കുന്ന സ്ത്രീകളെന്നുമുള്ള സങ്കല്പമാണ്. അതിന് മതത്തിൻ്റെ ഭാഷയിൽ പരാമർശിക്കുമ്പോഴാണ് യേശുവിൻ്റെ കന്യകളാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ ഭാര്യമാരാണ്, അല്ലെങ്കിൽ വധുക്കളാണ്, യേശുവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. യേശു ആരാണ്? മനുഷ്യൻ്റെ ആത്മീയദാഹം, മനുഷ്യത്വത്തിൻ്റെ ആത്മീയദാഹം ശമിപ്പിക്കാനായി ചരിത്രത്തിൽ സ്ഥിതി ചെയ്തിട്ടുള്ള, ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന ഏക ജീവൻ്റെ ജലമാണ് എന്നതാണ് നാം സുവിശേഷത്തിൽ കൂടെ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടെ വളരെ വ്യക്തമായി ധരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. ഞാൻ ജീവൻ്റെ ജലമാണ്, നിന്നോട് ചോദിക്കുന്നവൻ ആര് എന്ന് നീ അറിയുകയും തിരിച്ചറിയുകയും നീ അവനോട് ചോദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവൻ നിനക്ക് ജീവൻ്റെ ജലം നൽകുമായിരുന്നു. ഇവിടെ വളരെ സങ്കീർണമായൊരു പ്രശ്നം യേശു അവതരിപ്പിക്കുകയാണ്. സ്ത്രീക്ക് പുരുഷ മേൽക്കോന്മേൽ രൂപീകരിക്കപ്പെട്ട ഈ സമൂഹത്തിൽ അവൾ അതിൻ്റെ പ്രത്യേകതകൾക്ക് അടിമയായി രൂപീകരിക്കപ്പെടുമ്പോൾ, പുനർനിർവചിക്കപ്പെടുമ്പോൾ, വീണ്ടും സൃഷ്ടിക്കപ്പെടുമ്പോൾ അവൾക്ക് സംഭവിക്കുന്ന ഒരു വലിയ പാളിച്ചയുണ്ട്. എന്താണ്? അവൾക്ക് അവളുടെ ഉള്ളിലുള്ള ഈ ആത്മീയ ദാഹത്തെപ്പറ്റി വേണ്ടതുപോലെയുള്ള ഒരു അവബോധം ഉണ്ടാകുവാൻ സാധ്യമല്ല. ആ അവബോധമുണ്ടാക്കുക എന്ന ദൗത്യവുമായിട്ടാണ് യേശു ശമര്യക്കാരി സ്ത്രീയുമായി സംവാദം ആരംഭിച്ചത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൽ ആദ്യത്തെ 24 വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അത് അതിമനോഹരമായ ഒരു വർണ്ണനയാണ്, ഒരു ചിത്രീകരണമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ ഏദൻ തോട്ടം മനുഷ്യൻ്റെ പതനത്തിന് ശേഷം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ആവിഷ്കാരം അടങ്ങാത്ത ആത്മീയ ദാഹവും ഉള്ളിൽ വഹിച്ചുകൊണ്ട് ആജീവനാന്തം അന്വേഷിച്ചിട്ടും ഈ ആത്മീയ ദാഹത്തിൻ്റെ ശമനത്തിന് വേണ്ടി ഉതകുന്ന ഒരു തക്കതായ തുണയെ കാണുവാൻ കഴിയാതെ ജീവിക്കുമ്പോൾ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീത്വത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ സംഭവമെന്ന് മനസ്സിലാക്കുക. ഇത് ഏദൻ തോട്ടത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആവിഷ്കാരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തേത് നോക്കുമ്പോൾ ആ തോട്ടത്തിൻ്റെ പേര് ഗെത്സമന തോട്ടമെന്നാണ്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി അവിടെ പോയി കവിണ് വീണ് പ്രാർത്ഥിച്ചവൻ രക്തം വിയർപ്പായി ഒലിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. മനുഷ്യൻ്റെ അസഹനീയമായ വേദനയുടെ ഒരു തോട്ടമുണ്ട്. അത് ഏദൻ തോട്ടത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആവിഷ്കാരമാണ്.
യാക്കോബിൻ്റെ കുളക്കര. അവിടെ നിന്ന് നാം ചെന്നെത്തുന്നത് ഗെത്സമനത്തോട്ടത്തിലാണ്. യാക്കോബിൻ്റെ കുളക്കരയിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന, എപ്പോഴും അവളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ദാഹത്തെ ഒന്ന് തിരിച്ചറിയുവാനും പോലും സാധിക്കാത്ത അവസ്ഥയിൽ സമൂഹത്തിൻ്റെ, പുരുഷ മേൽക്കോന്മേൽ സ്ഥിതി ചെയ്യുന്ന സമൂഹത്തിൻ്റെ വൈരൂപ്യവും പേറിക്കൊണ്ട് സ്വയത്തിൽ നിന്ന്, സ്വത്വത്തിൽ നിന്ന് അന്യാധീനപ്പെട്ട് ജീവിക്കുവാൻ മാത്രം ശപിക്കപ്പെട്ട ഈ സ്ത്രീയുടെ അവസ്ഥയിലേക്ക് യേശു കടന്നു ചെന്ന് തന്നെ തന്നെ ജീവൻ്റെ ജലമായി അവതരിപ്പിച്ച് അവിടെ ഉള്ളിൽ ഈ ഒരു വലിയ വെളിച്ചം സ്ഥാപിക്കുന്ന വിടുതലിൻ്റെ ഒരു ഇടപെടലാണ് അവിടെ കാണുന്നത്. അതിമനോഹരമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കും. നാം ഗെത്സമനത്തോട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പുരുഷൻ്റെ ദാഹം ആണ്. പുരുഷനെന്ന് പറയുമ്പോൾ യേശു മനുഷ്യപുത്രനാണ്. ആ മനുഷ്യപുത്രൻ പുരുഷൻ്റെ ലോകത്തിലായാൽ, സ്ത്രീ പുരുഷൻ്റെ ലോകത്തിലായാൽ എന്ത് സംഭവിക്കുമെന്ന് നാം കണ്ടു. ഇനി മനുഷ്യൻ പുരുഷൻ്റെ ലോകത്തിലായാൽ എന്ത് സംഭവിക്കും? ഇത് വ്യക്തമായി മനസ്സിലാക്കുക. സ്ത്രീ പുരുഷൻ്റെ ലോകത്തിലായാൽ അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, അതിനോട് നാം എങ്ങനെ പ്രതികരിക്കണം എന്നതിൻ്റെ ഉദാഹരണം. എന്നാൽ ഏദൻ തോട്ടത്തിലേക്ക്, ഗെത്സമനത്തോട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്ത്രീയല്ല, അവിടെ മനുഷ്യൻ പുരുഷൻ്റെ തോട്ടത്തിലാണ്. മനുഷ്യൻ പുരുഷൻ്റെ തോട്ടത്തിലായാൽ എന്ത് സംഭവിക്കും? ആ അവസ്ഥ വളരെ ഭീകരമാണ്, അസഹനീയമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പുരുഷൻ്റെ തോട്ടമെന്ന് പറഞ്ഞത്? ഈ തോട്ടത്തിൽ നാം എപ്പോഴും ശ്രദ്ധിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, അവിടെ വഞ്ചനയുണ്ട്. സ്വന്തം ഗുരുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നത് അവനെ ചുംബിച്ചിട്ടാണ് എന്ന് മറന്നു പോകരുത്. അങ്ങനെ അനേകരുടെ ചുംബനങ്ങൾ നാം ഏറ്റിട്ടുണ്ട്, ഇല്ല എന്ന് പറയണ്ട. അത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. അതിന് പലവിധമായ ആവിഷ്കാരങ്ങളുണ്ട്, പലവിധമായ മുഖങ്ങളുണ്ട്, മുഖം മൂടികളുമുണ്ട്. ഈ ചുംബനമേക്കാതെ ആരും ഇവിടുന്ന് പോയിട്ടില്ല. ഇതിന് മറ്റൊരു വശമുണ്ട്. അതെന്താണ്? രാത്രിയിൽ പന്തവും കൊളുത്തി, ആയുധവും പേറി, കുറ്റരഹിതനായ, യാതൊരു കുറ്റവും ചെയ്യാത്ത മനുഷ്യപുത്രനെ ആക്രമിക്കുവാൻ കടന്നു വരുന്ന ഒരു ഘടകം അതിനകത്തുണ്ട്. ഇത് പുരുഷൻ സൃഷ്ടിച്ച ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ പുരുഷ നിർമ്മിത വ്യവസ്ഥിതിയിൽ മനുഷ്യൻ അനുഭവിക്കേണ്ട അതിരില്ലാത്ത യാതനയുടെ ചിത്രീകരണമാണ് ഗെത്സമനത്തോട്ടമെന്ന് ഒരു പക്ഷേ നാം തിരിച്ചറിയുവാൻ നാളിതുവരെയും കൂട്ടാക്കിയിരുന്നില്ല എന്നത് ചിലരെങ്കിലും സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് രണ്ടും പണ്ട് ഏദൻ തോട്ടമെന്നൊരു തോട്ടമുണ്ടായിരുന്നു. അത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകൽച്ച പ്രാപിച്ചതോടുകൂടെ എന്നേക്കുമായി അപ്രത്യക്ഷമായി എന്നൊക്കെ നാം ധരിച്ചിരുന്നുവെങ്കിലും ചരിത്രത്തിൻ്റെ പ്രത്യേകതയിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ചരിത്രത്തിലൊന്നും എന്നേക്കുമായി നശിച്ചു പോകുന്നില്ല. നത്തിങ് ഈസ് ലോസ്റ്റ് ഇൻ ഹിസ്റ്ററി. അതിന് കാലക്രമേണ രൂപാന്തരം സംഭവിക്കും. ഉദാഹരണം പറഞ്ഞാൽ, യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ പറ്റിയുള്ള അവൻ്റെ സങ്കല്പങ്ങളിൽ വലിയ രൂപാന്തരം വന്നു. ആരാധിക്കുന്ന വിധത്തെപ്പറ്റി രൂപാന്തരം വന്നു. അവൻ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത നാടിലേക്ക് പ്രയാണം ചെയ്തപ്പോൾ ദൈവത്തെ ഒരു പെട്ടകമായിട്ട് അവൻ എടുത്തുകൊണ്ട് പോയി. എന്നാൽ അത് കൂടാരം വന്നപ്പോൾ അത് ഒരു സ്ഥലത്ത് സ്ഥാപിച്ചു. പിന്നെ പള്ളിയുണ്ടായി, പിന്നെ യെരൂശലേം ദേവാലയമുണ്ടായി. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ അത് യഹൂദൻ്റെ ദൈവസങ്കല്പങ്ങൾ അത് ചരിത്രത്തിൽ നിലനിൽക്കുകയും ചരിത്രത്തിൽ മാറ്റം സംഭവിക്കുന്നത് കൂടെ അതിനനുസരിച്ച് ഈ ആശയങ്ങളുടെയും അല്ലെങ്കിൽ പ്രത്യാശയുടെ ആവിഷ്കാര രീതിയിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം, ഇതിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഇത് ചിന്തിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതെന്ന് ഞാൻ വെളിപ്പെടുത്തിക്കൊള്ളട്ടെ. അപ്പോൾ നാം എന്തുകൊണ്ട് ഇത് തിരിച്ചറിയണം?
ഇത് ഒരു നൂതനമായ ആശയം അവതരിപ്പിച്ചു, അതുകൊണ്ട് ഏതാണ്ട് തലച്ചോറിന് ഇച്ചിരി ഇക്ലി ഉണ്ടാക്കാം. അതുകൊണ്ടല്ല ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇത് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ, സഭകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഈ ദൈവവേല എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള യാതൊരു യാഥാർത്ഥ്യ ബോധവും ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിത അവസ്ഥകൾക്ക് പ്രസക്തമായ, അതിൽ വെളിച്ചം കൊണ്ടുവരുവാൻ പര്യാപ്തമായ തക്കതായ ഒരു ദൗത്യം, ഒരു മിനിസ്ട്രി, റെലവൻറ്റ് മിനിസ്ട്രി ആവിഷ്കരിക്കുന്നതിൽ സഭ അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ പരാജയം ആരംഭിച്ചിട്ട് നൂറ്റാണ്ടുകളായി. എന്നാൽ ആവർത്തിച്ച് അനുഭവിക്കുന്ന ഈ പരാജയങ്ങളുടെ മധ്യത്തിൽ അതിൻ്റെ കാരണമെന്ത് എന്ന് അന്വേഷിക്കുവാൻ കൂട്ടാക്കാതെ ഈ പൊട്ടത്തരങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന വളരെ അപഹാസ്യമായ ഒരു നിലപാടാണ് എല്ലാ സഭകളുടെയും അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ ഈ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി മാത്രം മനസ്സിലാക്കി നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കിട്ട ആശയം, സഭാ നേതാക്കന്മാർ, സഭയുടെ നേതൃത്വം, അതിൽ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആളുകൾ, ഇടയന്മാരെന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ പ്രതിപുരുഷന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ മനുഷ്യ അവസ്ഥയോട് ബന്ധമുണ്ടാകുന്ന വിധത്തിലുള്ളൊരു സമീപനം അവലംബിക്കുമായിരുന്നു. സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എന്താണ്? അവർക്ക് എപ്രകാരമാണ് ആത്മീകമായി ശുശ്രൂഷ ചെയ്യേണ്ടത്? അവരെങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്, കാണേണ്ടത് എന്ന ഒരു അന്വേഷണം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യൻ്റെ ആത്യന്തികമായ അവസ്ഥ ഈ ഗെത്സമനത്തോട്ടമാണ് എന്ന യാഥാർത്ഥ്യം സഭ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനെ പരിഗണിച്ചുകൊണ്ട് അതിന് പ്രസക്തമായ, ആ യാഥാർത്ഥ്യത്തിന് പ്രസക്തമായ എന്തെങ്കിലും ഒരു സമീപനം, ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കുവാൻ സഭ കൂട്ടാക്കുന്നുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ലവ് ജിഹാദ് എന്നും പറഞ്ഞ്, നാർക്കോട്ടിക് ജിഹാദ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നേ നമ്മുടെ പെൺകുട്ടികളുടെ ഉള്ളിൽ ആത്മീയ ദാഹം ഉണർത്തുവാൻ പര്യാപ്തമായ ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കുന്നതിന് കൂട്ടാക്കാതെ ഇങ്ങനെ മാറത്തടിച്ച് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ബാലിശമല്ലേ? ഇസ്ന്റ് ഇറ്റ് സ്റ്റുപ്പിഡ് ആൻഡ് ഇൻഫൻറ്റൈൽ? നമുക്ക് വളരെയധികം സാമൂഹ്യമായ മനുഷ്യൻ്റെ പരസ്പരമായ ബന്ധങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അനേക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വിവാഹം തന്നെ തകർന്നു പോകുന്നു. മിക്കവാറും വിവാഹങ്ങൾ ഒരു 3-1 ഇപ്പോൾ വിവാഹമോചനത്തിലേക്ക് മാറിപ്പോകുന്നു. അതിനെപ്പറ്റിയൊന്നും നമുക്ക് യാതൊരു ചിന്തയുമില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുക? അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അക്രമം വർദ്ധിച്ചു വരുന്നു. പുരുഷൻ ഏതാണ്ട് കാമഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ ഊടാടി നടക്കുകയാണ്. ഇപ്പോൾ കേരള സിനിമയുടെ ഉള്ളിലുള്ള അവസ്ഥകളൊക്കെ ഇപ്പോൾ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയും പരിഹാരം കാണാൻ സാധിക്കുമോ? നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ? ഇവിടെ പ്രധാനമായി എനിക്ക് മനസ്സിലാക്കുന്നതുകൊണ്ട് ഇവരോടും അറിയിക്കാനുള്ളത്, 2 യാഥാർത്ഥ്യങ്ങൾ നാം സമൂഹത്തിൻ്റെ മുമ്പിൽ നിരന്തരമായി എടുത്തു പിടിക്കണം. We should hold out 2 fundamental realities. ഒന്ന്, സ്ത്രീ ആത്മീകമായ ദാഹം പേറിക്കൊണ്ട് നടക്കുന്ന ഒരു അഭൗമമായ പ്രതിഭാസമാണ്. ആ ആത്മീയ ദാഹത്തെ തിരിച്ചറിയുന്നതിൽ പുരുഷൻ അമ്പയെ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഈ സാമൂഹ്യവും വൈകാരികവും ലൈംഗികവുമായ വലിയ 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 ഭീകരമായ പാളിച്ചകൾ, അതിക്രമങ്ങൾ ഈ കാലങ്ങളിൽ വലിയ തോതിൽ വളർന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമത്, ഇങ്ങനെ ആക്രമിക്കുവാൻ നടക്കുന്ന പുരുഷൻ പോലും അവൻ്റേതായ അനുഭവത്തിൽ ഒരു ഗെത്സമനത്തോട്ടത്തിൽ തന്നെയാണ്. പക്ഷേ അത് നാം തിരിച്ചറിയുവാൻ കൂട്ടാക്കുന്നില്ല. യാക്കോബിൻ്റെ കുളക്കരയിൽ പോയി ശമര്യക്കാരി സ്ത്രീയെ തക്കത്തിന് തട്ടിക്കൊണ്ടുപോയി ഒരു ഉപഭോക്ത വസ്തു പോലെ ഉപയോഗിച്ച് അവളെ
ചപ്പും ചവറുമാക്കി എറിഞ്ഞു കളയുന്ന പുരുഷനും അവൻ്റേതായ ഒരു സമയം വരുമ്പോൾ അവനും ഈ ഗെത്സമനത്തോട്ടത്തിലാകും, സംശയിക്കേണ്ട. പക്ഷെ ആ സമയത്ത് അവൻ്റെ കൂടെ പത്രോസും യോഹന്നാനും ഒന്നും കാണില്ല. അവൻ ഏകനായിരിക്കും. അതുകൊണ്ട് അവൻ രക്തം വിയർപ്പായി ഒഴുക്കുന്നത് ആരും കാണില്ല. എല്ലാവരും ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകും, യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് അനുസൃതമായ ഒരു സമീപനം, ഒരാത്മീകമായ ശുശ്രൂഷ, ഒരിടപെടൽ നടത്തുന്നതിന് സഭ തന്നെ തന്നെ തയ്യാറാക്കുമോ, കൂട്ടാക്കുമോ, തന്നെ തന്നെ ഒരുക്കുമോ, തിരിച്ചറിയുവാൻ ധൈര്യം കാണിക്കുമോ എന്ന ചോദ്യം ഒരു വലിയ വലിയ ചോദ്യമായി, പ്രപഞ്ചത്തിൽ മുഴുവൻ മുറ്റു നിൽക്കുന്നൊരു ചോദ്യമായി എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് ആ ഒരു തിരിച്ചറിവ് പകരുക മാത്രമാണ് ഈ വീഡിയോയുടെ ലളിതമായ പരിമിതപ്പെട്ട ലക്ഷ്യം. അതേതാണ്ട് നിർവഹിച്ചു എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഇതിൽ സഹകരിക്കുന്ന ഏവർക്കും ഇതിലെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഉദാരമനസ്കരായവർക്ക് പ്രത്യേകിച്ചും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കാം.